അടുത്തതായി സിബ് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. അതിനായി പാൻസിൻ്റെ ലെഫ്റ്റ് പീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായി നമ്മൾ തച്ച് മാറ്റി വച്ചിരിക്കുന്ന ഫ്ലൈയുടെ നേരെയുള്ള വശം ഇതിനോട് ചേർത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോച്ചിൻ്റെ ഭാഗം ഇവിടം വരെ ഈ വളവ് കഴിഞ്ഞ് വരുന്നത് വരെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലോട്ട് വെച്ചാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടം തൊട്ടേ സ്റ്റിച്ച് ചെയ്യരുത്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ എടുത്ത് തിരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ അടിക്കണം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തിരിച്ചിട്ട് ഇതിന് മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിബ് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ഈ സിബിൻ്റെ നല്ല ഭാഗം അടിയിലായി വരത്തക്ക വിധം വച്ച് ഈ ഭാഗം നല്ല ഭാഗം അടിയിലായി വരത്തക്ക വിധം വെച്ച് ഇതിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നേരെ ഒരു വര വരയ്ക്കണം. സിബ് വയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ റൈറ്റ് പീസ് എടുക്കണം. റൈറ്റ് പീസ് 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കണം. മടക്കി ഈ വരയിൽ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഭാഗം 1/4 ഇഞ്ച് മുകളിലേക്കായിട്ടാണ് തച്ച് നിർത്തിയത്. അതുപോലെ തന്നെയാണ് ഇവിടെ വയ്ക്കുന്നതും 1/4 ഇഞ്ച് വരെ തച്ച് നിർത്തണം. നമ്മുടെ രണ്ടാമത്തെ ഫ്ലൈ അതിനടിയിലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നേരത്തെ അടിച്ചതിന് മുകളിലൂടെ അടിച്ചെടുക്കണം. ഇനി നമ്മൾ 2 ഫ്ലൈയും കൂടെ ചേർത്ത് വെച്ച് അടിഭാഗം ചേർത്ത് തയ്ക്കാൻ പോവുകയാണ്. താഴോട്ട് കിടക്കുന്ന സിബ് കട്ട് ചെയ്ത് അകത്താക്കണം. ക്രോച്ചിനകത്ത് വയ്ക്കണം, ദേഹത്ത് തട്ടാതിരിക്കാൻ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 2 ക്രോച്ച് ഭാഗങ്ങളും ഒരു പിൻ ചെയ്ത് വയ്ക്കണം. അതിനുശേഷം ഇതിലെ ഇങ്ങനെ അടിച്ച് നമ്മളുടെ 1/4 ഇഞ്ച് വിട്ടതിനും കുറച്ച് മുകളിൽ ഇവിടം വരെ അടിച്ച് നിർത്തണം.